നമുക്കെല്ലാവർക്കും അറിയാം ISLുമായി ബന്ധപ്പെട്ടുള്ള നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താവുമെന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. MRA കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട നിലവിൽ പ്രശ്നങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺട്രാക്റ്റ് പുതുക്കിയാൽ മാത്രമേ ഈ ഒരു ISL സീസൺ നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് അധികൃതർ അറിയിക്കുന്ന, അതായത് രണ്ട് പക്ഷക്കാരെയും അറിയിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സോ ടീമുകളാണെങ്കിലും എല്ലാം തന്നെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ നിലവിൽ കാണുന്നതാണ്. അതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ 8ഓളം ടീമുകൾ AFFന് എന്താ പറയുക ലെറ്റർ അയച്ചൊരു സാഹചര്യം നമ്മൾ ഈ കഴിഞ്ഞ പോയ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇതിനെല്ലാം പുറമെ ISL എന്ന് തുടങ്ങുമെന്ന് നേരത്തെ മാർക്കസ് മെലാനോട് ചോദിച്ച ആ ഒരു ടൈം പീരീഡിൽ, അതായത് ഈ ഒരു അൺസർട്ടനിറ്റി MRA കോൺട്രാക്റ്റ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പുറത്ത് വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ 14 തുടങ്ങുമെന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് വെച്ച് നോക്കുകയാണെന്നെങ്കിൽ ഈ ഒരു ടൈം പീരീഡ്, അത് ഈ ഒരു ഓഗസ്റ്റ് മാസം ആകുമ്പോൾ തന്നെ ഒരുപാട് ട്രാൻസ്ഫറുകൾ തന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ ഡൊമസ്റ്റിക് സൈനിങ് ആവട്ടെ ഇന്ത്യൻ സൈനിങ് ആവട്ടെ കൊണ്ട് സജീവമാവുന്ന ഒരു ടൈം പീരീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇന്ത്യൻ ഫുട്ബോളിൽ ഈ ട്രാൻസ്ഫർ എല്ലാം തന്നെ നിലവിലൊന്ന് നിശ്ചലമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിനെല്ലാം പുറമെ ISLൻ്റെ ഭാവി എന്താവും, ISLൻ്റെ ഭാവി എന്താവുമെന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വരെ ഒരു ആൻഷ്യസ് സിറ്റുവേഷനിലാണ് എന്ന് അതായത് മാർക്കസ് മെലാനോ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ആരാധകരെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സാഹചര്യത്തിൽ പല ISL ടീമുകളും ട്രാൻസ്ഫർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഉണ്ട് എന്നും മാർക്കസ് മെലാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് ഒക്കെ ഹോൾഡ് ചെയ്തെങ്കിൽ പോലും നെഗോസിയേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് എന്ന തരത്തിലും എന്താ പറയുക, ഒരു ISL സീസൺ നടക്കുമെന്നൊരു കൺഫർമേഷൻ ലഭിച്ച ശേഷം മാത്രമേ ഒഫീഷ്യൽ സൈനിങ് നടത്തുകയുള്ളൂ എന്നും അതായത് ഈ തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഇങ്ങനെ ഇരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു വാർത്ത പുറത്തേക്ക് വരുന്നത്. അതായത് ISL സീസൺ ആരംഭിച്ചതിന് ശേഷം മാത്രമേ, അതായത് ഇനി ISL സീസൺ നടക്കുന്നുണ്ടെങ്കിൽ ISL സീസൺ ആരംഭിച്ചതിന് ശേഷം മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് നടത്തുകയുള്ളൂ എന്ന തരത്തിലുള്ള ഒരു വാർത്ത നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഈ വരുവാനായിട്ട് പോകുന്ന ഓഗസ്റ്റ് 31 കൂടി തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റ് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഫ്രീ ഏജൻ്റായിട്ടുള്ള താരങ്ങളെ മാത്രമേ ഈ അവസാനിച്ച് കഴിഞ്ഞാൽ, അതായത് ട്രാൻസ്ഫർ മാർക്കറ്റ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മേടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ മറ്റു ടീമിൽ കളിക്കുന്ന താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഇനി ISL നടക്കുന്നത് ഒരു പക്ഷേ ഒരുപാട് വൈകുമായിരിക്കും. സാധാരണ ISL നടക്കുന്ന ഏറ്റവും താമസം നടക്കുന്നത് നവംബർ മാസങ്ങളിലാണ്. ചില സീസണൊക്കെ നവംബർ 20-നും 19-നും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ചില സീസണുകളൊക്കെ ഒക്ടോബറിൽ ആരംഭിച്ചിട്ടുണ്ട്, സെപ്റ്റംബറിലും ആരംഭിച്ചിട്ടുണ്ട്. ഈ 3 മാസങ്ങളുടെ ഇടയിലാണ് പല ISL സീസണുകളും ആരംഭിക്കുന്നത്. സോ ഇനി ഈ ഒരു പോക്കാണെന്നുണ്ടെങ്കിൽ, അതായത് ഇത് ഒരു അൺസർട്ടനിറ്റി ഇതുപോലെ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ വരുവാനായിട്ട് പോകുന്ന ഒരു എന്താ പറയുക, സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം നവംബറിൽ അല്ലെങ്കിൽ ഒക്ടോബറിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ ആരംഭിച്ച് ഏപ്രിലോ മാർച്ചിലോ മെയ് ആദ്യമോ അവസാനിക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയിരുന്നു ISL എന്ന് പറയുന്നത്. സോ ഈ ഒരു സാഹചര്യം നീളുന്ന അവസ്ഥയിൽ ഇന്ത്യൻ ഫുട്ബോളിലെ ഈ ഒരു ടോപ്പ് ടയർ ലീഗ് ഒരു പക്ഷേ ആരംഭിക്കുക ഇനിയും പിന്നെയും മാസങ്ങൾ കഴിഞ്ഞിട്ടാവാം. അതായത് നവംബർ കഴിഞ്ഞാലും പെട്ടെന്നൊന്നും ടൂർണമെൻറ്റ് ആരംഭിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവ് തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ISL സീസൺ ആരംഭിച്ചിട്ട് താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാനാണ് നിലവിലെ റൂമർ പ്രകാരം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമെന്നുണ്ടെങ്കിൽ, ആ ഒരു വാർത്ത എത്രമാത്രം സത്യമാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു വാർത്ത സത്യമാണെന്നുണ്ടെങ്കിൽ തന്നെ ഇരിക്കട്ടെ, ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നതെങ്കിൽ അതൊരു വലിയൊരു ഡിസാസ്റ്റർ തന്നെയായിരിക്കും. പിന്നീടും ഈ ഒരു സീസൺ കൂടി മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാനായിട്ടുള്ള മറ്റൊരു ന്യായം മാത്രമായിരിക്കും ഒരുപക്ഷെ ISL സീസൺ ഈ ഒരു അൺസർട്ടൻ എന്ന സാഹചര്യം കൊണ്ട് തന്നെയാണ് ഈ ഒരു സീസൺ മോശമായത്. അതായത് വരുവാനായിട്ട് പോകുന്ന ISLൻ്റെ 12ാം സീസൺ മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാനായിട്ട് പറ്റുന്ന ഒരു ന്യായം എന്നുള്ളത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ട്രോഫി ഇല്ലാത്ത ഏക ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ആ ഒരു സാഹചര്യത്തിൽ ഡുറൻ കപ്പിൽ നിന്ന് വരെ മാറി നിന്നതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനം തന്നെ നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റുവാങ്ങുന്നൊരു സ്ഥിതിവിശേഷം നമ്മൾ കണ്ടിട്ടുണ്ടായതാണ്. പിന്നീട് ട്രാൻസ്ഫറുകളൊന്നും എന്താ പറയുക, ഒരു ഇന്ത്യൻ താരങ്ങളെ പോലും ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്താതെ ഹോൾഡ് ചെയ്ത് വെച്ച സാഹചര്യവും ഒക്കെ തന്നെ ആരാധകരെ നല്ല രീതിയിൽ തന്നെ ദേഷ്യം പിടിപ്പിക്കുക, അല്ലെങ്കിൽ ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു
ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ചൗബെ ആരാധകർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടായെന്നാണ് ISL സീസൺ നടത്തുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രമിക്കുമെന്നുള്ളത്. ആ ഒരു കാര്യത്തിൻ്റെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലും കൃത്യമായിട്ടുള്ള നീക്കങ്ങളൊന്നും നിലവിൽ നടക്കുന്നില്ല. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ കലണ്ടറും ഫിഫയുടെ മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ ഈ ഒരു ISL നടക്കുന്ന കാര്യത്തിൽ വലിയൊരു ഫാക്ടർ തന്നെയാണ്. ടൈമും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എന്താ പറയുക, ടീമിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ AFFനൊക്കെ തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് എന്നും പറഞ്ഞിട്ടുണ്ടായതാണ്. സോ ഇതെല്ലാം കൂടി കൃത്യമായിട്ട് കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ISL സീസൺ ഇനി കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു പക്ഷേ ISL സീസൺ ഇച്ചിരി വൈകിയാലും തുടങ്ങുമെന്നൊരു കാര്യം ഏകദേശം ഉറപ്പാണ്. എങ്കിൽ പോലും ISL എന്ന് തുടങ്ങുമെന്നൊരു കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നമുക്ക് കണ്ടു തന്നെ അറിയാം ISLൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താകുമെന്നുള്ളത്.